സിസ തോമസിൻ്റെയും സജി ഗോപിനാഥിൻ്റെയും പേരുകൾ സർക്കാരും ഗവർണറും അംഗീകരിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ട് ചോദ്യം ആ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത്, എന്തിനായിരുന്നു പിന്നെ നിങ്ങൾ തമ്മിൽ കുറേ കാലങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്ലാത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അന്തർധാര സജീവമാണ്, കോമഡി ഷോ അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? എങ്ങനെയാണ് അങ്ങ് ഈ ഗവർണർ സർക്കാർ ബന്ധത്തെ, അതിൻ്റെ ഊഷ്മളമായ ബന്ധത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന സംഘർഷം ഒരു രാത്രി കഴിഞ്ഞ് നേരം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും ഇല്ലാതായി എന്നുള്ളത് അത്ഭുതത്തോടാണ്. യഥാർത്ഥത്തിൽ ഇതൊരു മാന്ത്രിക വിദ്യ പോലാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. ഈ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു സംശയം നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഈ ഒരു ഗവർണർ മുഖ്യമന്ത്രി പോരാട്ടം അത് രാജേന്ദ്ര അർലേക്കറും തുടങ്ങി വെച്ചതൊന്നുമല്ല. അതിനു മുമ്പിരുന്ന നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇടത് സർക്കാരുകളുടെ ഇടപെടൽ, അനധികൃതമായ ഇടപെടലുകളെന്ന് ഞാൻ പറയും. കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ ഇടത് വിഹാര കേന്ദ്രങ്ങളിലും അവരുടെ ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള പകുതി വെന്ത അവരുടെ പിന്നെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾക്കുള്ള ആസ്ഥാന മന്ദിരങ്ങളുമായിട്ട് മാറ്റിയെടുത്തത് ഈ ഇടത് സർക്കാരുകളാണ്. കേരള യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. മറ്റു യൂണിവേഴ്സിറ്റികളിലും വ്യത്യസ്തമല്ല. കോളേജുകളും ഞാൻ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പാർട്ടിയുടെ അക്രമകാരികളെ സൃഷ്ടിക്കാനുള്ള ചുവപ്പ് ഫാക്ടറികളാക്കി മാറ്റിയെടുത്തത് ഈ ഇടത് സർക്കാരുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരിഫ് മുഹമ്മദ് ഖാൻ അതിനെതിരെ വളരെ ശക്തമായ ഇടപെടലുമായിട്ട് മുന്നോട്ട് വന്നു. ഗവർണർ ആർലേക്കർ ഒരല്പം വ്യത്യസ്തനായിരുന്നു തുടക്കത്തിലെ തന്നെ. കാരണം മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഒരു സൗഹൃദത്തിന്റെ ഹസ്തം ഒരു ഭാഗത്തൂടെ നീട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെയും രാജേന്ദ്ര ആർലേക്കറുടെയും പ്രവർത്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത അത്ര ഒരു ഇൻറ്റൻസീവായിട്ടുള്ള ഇടപെടലുകളല്ല ആർലേക്കർ നടത്തിയത്. അപ്പോൾ അവിടെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ടാവാം എന്നുള്ളത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഉള്ള സംഭവ വികാസങ്ങൾ തൊട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടും ഡോക്ടർ സിസ തോമസിനെ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടും നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ മുഖ്യമന്ത്രി അംഗീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് നയിച്ചത് സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, സെർച്ച് കമ്മിറ്റി. ആ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പേരുകളിൽ നിന്നും തൻ്റെ മുൻഗണനാ ക്രമം രേഖപ്പെടുത്തി ഗവർണർക്ക് കൊടുക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയത് ഒരുപക്ഷെ ഈ നിയമനാധികാരം തന്നെ ഇനി കോടതികളിലേക്ക് പോകുമോ വരും കാലങ്ങളിൽ എന്നൊരു പേടി രണ്ടു കൂട്ടർക്കും ഉണ്ടാവാം. അതായത് മെറിറ്റ് മാത്രം അടിസ്ഥാനത്തിൽ കോടതികൾ നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർമാരുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതൊരു ഞെട്ടലായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞ അഭിപ്രായ പ്രകടനം അവിടെ നിൽക്കട്ടെ. ഭാവിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഇല്ലാതാകും എന്ന് ഞാൻ കരുതുന്നില്ല. അത് വേറൊരു വിഷയമാണ്, അത് പോട്ടെ. പക്ഷെ എങ്കിലും ഇത്ര നഗ്നമായിട്ട് ഇടത് സർക്കാരിനെ പോലെ രാഷ്ട്രീയ ഇടപെടലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ മറ്റൊരു സർക്കാരുകളും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവില്ല. കാരണം അവർക്കൊക്കെ കുറച്ചൊരു നീതിബോധമുണ്ട്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാലാകാലമായിട്ട് ഇത്തരം ഇടപെടലുകൾക്ക് കുപ്രസിദ്ധി നേടിവരാം. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പഴയ കാലത്ത് ഒരു പ്രീ ഡിഗ്രി ബോർഡ് വിരുദ്ധ സമരം നടന്നു. അതിൻ്റെ പേരിൽ എത്ര ആൾക്കാർക്ക് പരിക്കേറ്റു, പോലീസ് ലാത്തി ചാർജിലും കൊല്ലപ്പെട്ടോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. പക്ഷെ നിരവധി ആൾക്കാർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റ സമരങ്ങളായിരുന്നു. വസ്തുവകകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചു. ആ സമരം
അതിൽ പങ്കെടുത്ത ആൾക്കാർ ഒടുവിൽ എന്താ സംഭവിച്ചത്? ഒടുവിൽ സംഭവിച്ചത് പിന്നെ സർക്കാർ പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് വേർപെടുത്തിയില്ലേ, +2 ആയില്ലേ, സ്കൂളിൽ വന്നില്ലേ +2. അപ്പോൾ അതിനൊരു ന്യായീകരണം പറയും. അതും കേട്ട് വെള്ളം ചേർക്കാതെ ഇതെല്ലാം വിഴുങ്ങി നേരെ പിന്നെ അത് ഞാൻ പറയുന്നില്ല, ഒരു അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് മണ്ടന്മാരുടെ ഒരു നാടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർക്ക് ഈ ജനങ്ങളെ വഴിതെറ്റിച്ച് തെരുവിലിറക്കി അടികൊള്ളിച്ച് അതിൻ്റെ പേരിൽ നേതാവായി അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം ഇലക്ഷനിൽ കൊയ്യാൻ അവർക്ക് പറ്റുന്നത്. ഈ ഭാരതാംബ വിവാദം തന്നെ എന്തിനായിരുന്നു? ഇപ്പൊ ഈ കേരള യൂണിവേഴ്സിറ്റി ഇപ്പം സംഭവിച്ചത് എന്താണ്? ഇടതുമുന്നണിയെ ഇങ്ങനെ കാല് തൊട്ട് മേളോട്ട് നക്കിക്കൊണ്ടിരുന്ന കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അനിൽകുമാറിന്റെ ഗതി അധോഗതിയായി. അനിൽകുമാറിന് രജിസ്ട്രാർ സ്ഥാനം നഷ്ടപ്പെട്ടു. അനിൽകുമാർ സസ്പെൻഷനിലാണ്. ആ അനിൽകുമാർ കോടതിയിൽ നിന്ന് ആദ്യം സസ്പെൻഷൻ നീക്കി, അതിനുശേഷമേ അനിൽകുമാറിന് പഴയ പോസ്റ്റായ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് എത്താൻ പറ്റും. ഇതൊന്ന് ആലോചിച്ച് നോക്കും. ഒരു പ്രിൻസിപ്പൽ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എത്ര ദയനീയമായിട്ട് രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി കുട്ടിക്കുരങ്ങന്മാരായി ചുടിചോറ് വാരുകയായിരുന്നു. അനിൽകുമാർ തന്നെ ചിന്തിക്കട്ടെ, അങ്ങേരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തിന്റെ പിന്നെ സംരക്ഷകരും കൈവിട്ടു, അദ്ദേഹത്തിന് ഗതിയില്ലാതായി. ഈ ആകാശത്തിരുന്നാള് നേരെ താഴോട്ട് വന്ന് താഴെ വീണു. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഈ സമയത്തൊക്കെ അടികൊണ്ട പോലീസ് പിന്നെ ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, സെനറ്റ് ഹാളിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗവർണർ അവിടെ പോലീസ് ചില വിദ്യാർത്ഥികൾ അതിനുള്ളിൽ കയറുന്നു, പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അവിടെ ഭാരതാംബയുടെ പടം വെച്ചതിന് ഉടൻ തന്നെ അവിടെ പോലീസ് വന്ന് ഇവരെയൊക്കെ ലാത്തിച്ചാർജ് നടത്തും. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് തല്ലുകൊള്ളാൻ ഇങ്ങനെ സമരങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നവന്റെ അവന്റെ ഒരു ഉളുപ്പില്ലായ്മ എന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ പേരിൽ എത്ര പേർക്ക് അടികൊണ്ട്? നിങ്ങൾക്ക് അടികൊണ്ട് നിങ്ങളുടെ തല പൊട്ടുകയും ഇവരൊക്കെ ഭാവിയിൽ വലിയ ഈ 10, 20, 22 വയസ്സുള്ളപ്പം കിട്ടുന്ന അടിയും ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് നേരിട്ടറിയാം ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് ഇതുപോലൊരു തല്ല് കൊണ്ടിട്ട് വർഷങ്ങളായിട്ടും അദ്ദേഹത്തിന് അതേ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് ശാരീരിക വേദനകൾ വരും. ആയുർവേദ ചികിത്സയിലാണ് ആൾ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച അതിൻ്റെ പേരിൽ കിട്ടും. മുഖ്യമന്ത്രിയൊന്നും ആവത്തില്ലല്ലോ ഇതിൻ്റെ പേരിൽ. പിന്നെ എന്ത് നേട്ടമാണിത്? ഇതിനൊക്കെ ചാടി പുറപ്പെട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥികളെന്ന് പറയുന്നവർ, ഞാൻ അവരെ വിദ്യാർത്ഥികളെന്ന് പോലും പറയുന്നില്ല. കാരണം ഒരു വിദ്യാർത്ഥിക്ക് സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് തെരുവിലേക്ക് എടുത്തു ചാടി പോലീസിന്റെ തല്ലു വാങ്ങിക്കുന്നതിൽ എന്ത് മഹത്വമാണുള്ളത്? അതിലെന്ത് മഹത്വമാണ്? നിങ്ങൾ ആലോചിക്കേണ്ട, ഈ പറയുന്നവൻ്റെ ഒക്കെ മക്കള് വിദേശത്താ പഠിക്കുന്നത്. ഇവരുടെ മക്കളൊക്കെ സ്വകാര്യ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിട്ട് ഇത് എന്തുകൊണ്ടാണ് ജനം ചോദിക്കാത്തത്? ഇവരെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് സർക്കാരിൻ്റെ അവരുടെ നേതാക്കന്മാരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് നഷ്ടമാണ്. പിണറായിയും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പെത്തി. കാരണം പിണറായിക്ക് അറിയാം ഇനി BJPയെ വെറുപ്പിക്കാൻ പറ്റില്ല. പിണറായിക്ക് തന്നെ അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് അധികകാലം മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള നിരവധി കേസുകൾ, അതായത് സ്വർണ്ണക്കള്ളക്കടത്തിലെ കേസുകൾ, മകൾക്കെതിരെയുള്ള ഈ SFCO അങ്ങനെ ഒരു ഞാനതിന് ആ പൂർണ്ണമായ പേര് മറന്നുപോയി, അവർ നടത്തുന്ന കേന്ദ്ര കമ്മീഷൻ നടത്തുന്ന അന്വേഷണങ്ങൾ, അങ്ങനെ നിരവധി കേസുകൾ. ഇപ്പൊ ഒടുവിൽ ദേവസ്വം വിഷയത്തിലും അന്വേഷണത്തിന്റെ മുന നീറുന്ന മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടി വരും. മറ്റേത് സീരിയസ് ഫ്രോഡ് ഓഫീസ് നടത്തുന്ന അന്വേഷണം വീണ വിജയനെതിരെ. അപ്പം അദ്ദേഹം മാത്രമല്ല, പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താകണം എന്നുള്ളത്, എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് തികഞ്ഞ ഭയമുണ്ട്. ആ ഭയമായിരിക്കണം ഗവർണറുമായിട്ടൊരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. ഏതായാലും പാർട്ടി സംസ്ഥാന സമിതിയിൽ ഇന്നലെ വലിയ വിമർശനം ഉണ്ടായെന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ചോദ്യം,
പിന്നെ സുപ്രീം കോടതിയിലെ ഈ കേസ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ രീതിയിലേക്ക് നീങ്ങുകയാണ് എന്നൊരു വാദഗതിയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഗവർണറുടെ മുന്നിൽ പോയിട്ട് സമസ്ത അപരാധവും പറഞ്ഞ് മാപ്പപേക്ഷിച്ചത്? പൂർണ്ണമായ കീഴടങ്ങലാണ്. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു പിന്നെ നിരീക്ഷണമാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നിശ്ചയമായിട്ടും ഈ വിഷയത്തിൽ ഒത്തുതീർപ്പിലെത്തി തൽക്കാലം BJP-യോട് എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് അപേക്ഷിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് നിർവാഹമേ. ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങിയതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് സർവ അപരാധവും ഏറ്റുപറഞ്ഞ്, എന്താണ് പഴയ കാലത്ത് ഒരു തിരുവിതാംകൂർ ഭാഗത്ത് ഒരു ചൊല്ലുണ്ട്, അതായത് അടിയും കൊണ്ട് പുളിയും കുടിച്ച് തെറിയും കെട്ട് പണവും കെട്ടും. ഇങ്ങനെ ഒരു ശിക്ഷയുണ്ട്. നമ്മൾ രാജാക്കന്മാർ കൊടുത്തിരുന്ന ശിക്ഷയാണ്. അടി, ഒരു ഭാഗത്ത് അടി കൊള്ളും, മറുഭാഗത്ത് ഈ പുളി കലക്കിയിട്ട് പുളിയുടെ വെള്ളം കുടിപ്പിക്കും. അത് പുളി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കുക. അതിന് ഉപരിയായിട്ട് തെറി വിളിക്കും, ഭയങ്കര തെറികൾ കേൾപ്പിക്കും. ഇതും കഴിഞ്ഞ് അവരെ കൊണ്ട് പണം കെട്ടിവെപ്പിക്കും. അപ്പോൾ ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പിണറായിയെ സംബന്ധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുകയാണ്. അദ്ദേഹം 100% കീഴടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അത് BJP-യെ സംബന്ധിച്ച് അവരുടെ വിജയമാണ്. പിന്നെ ചെന്നിത്തല പറഞ്ഞതുപോലെ ഇതിൽ ഒരു രാഷ്ട്രീയ അന്തർധാരയുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവും. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായിയെ വരച്ച വരയിൽ നിർത്തി ഒരുപക്ഷെ ജയിലിൽ നിന്ന് ചിലപ്പോൾ ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറഞ്ഞപക്ഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെങ്കിലും. കാരണം അദ്ദേഹം കാലേ വീഴാൻ തുടങ്ങിയാൽ ഏറ്റവും നന്നായിട്ട് കാലേ വീഴുന്ന ആൾക്കാർ ഉണ്ട്. അപ്പോൾ അത്തരക്കാരാണ് ഇന്ന് ഇടതു പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇരിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി നമുക്ക് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും.